മാംഗല്യം, നീ ഇങ്ങനെ കരയരുത് മിതു. വെറുതെ കരഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? എന്നാലും ജാൻവി, എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇതിപ്പോ അഭിയെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. മിതു വീണ്ടും വാവിട്ട് കരയുകയാണ്. എന്റെ മിതു, നീ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവില്ല മുന്നോട്ട് പോകുന്നത്. അതതിന്റെ വഴിക്കങ്ങ് പോകും. നമ്മളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ജാൻവി എന്തൊക്കെയോ പറഞ്ഞ് മിതുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ കാര്യമൊന്ന് ഓർത്തേ. ഏതൊക്കെ വഴികളിൽ കൂടി കടന്നാണ് ഞാനിപ്പം ഈ പോയിന്റിൽ എത്തി നിൽക്കുന്നത്. പക്ഷെ ജാൻവി, അഭിക്ക് പകരം മറ്റൊരാൾ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നോക്ക്, നീ അങ്ങനൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. അഭിയൊക്കെ വീട് മാറി എവിടെയോ പോയിരിക്കുവാണ്. നമുക്ക് അന്വേഷിക്കാലോ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് ഗ്രൂപ്പുണ്ട്. ഏതെങ്കിലും വഴിയൊക്കെ നമുക്ക് അവനെ കണ്ടുപിടിക്കാം. നീ തൽക്കാലം ഒന്ന് സമാധാനപ്പെടൂ. നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. അതും പറഞ്ഞുകൊണ്ട് മിഥുവിനെ ഒരുവിധം ആശ്വസിപ്പിച്ച് ജാൻവി വണ്ടി മുന്നോട്ടെടുത്തു. നഗരത്തിരക്കുകളിലൂടെ ആ വണ്ടി മുന്നോട്ട് പായുമ്പോഴും ജാൻവിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അഭി ആ വീട്ടിലുണ്ടാകുമെന്ന് ജാൻവിയും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് അവൾ വല്ലാണ്ട് ആഗ്രഹിച്ചു. ഒപ്പം തന്റെ കുഞ്ഞു സന്തോഷവും പറയാലോന്ന്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. അത് മിഥുവിനെ പോലെ തന്നെ ജാൻവിയെയും ഒരുപാട് വേദനിപ്പിച്ചു. അതേസമയം ജഗന്റെ ഫോൺ കോൾ ജാൻവിയുടെ ഫോണിലേക്ക് വരുന്നത്. പക്ഷെ ഫോൺ സൈലന്റ് മോഡിൽ കിടക്കുന്നതിനാൽ അവളതൊന്നും അറിഞ്ഞില്ല. 2-3 പ്രാവശ്യം ജാൻവി വിളിച്ചിട്ട് കോൾ എടുക്കാതായതോടെ ജഗന് വല്ലാതൊരു ടെൻഷൻ. അവൻ പെട്ടെന്ന് തന്നെ പാർവതിയെ വിളിച്ച് സഹായത്തിന് വീട്ടിലേക്ക് വിട്ട ചേച്ചിയുടെ നമ്പർ വാങ്ങി. ശേഷം അവരെ വിളിച്ചു. ഹലോ ചേച്ചി, ഞാൻ ജഗനാ. ആ പറഞ്ഞോ മോനെ. അവിടുന്ന് പോരും മുമ്പ് പാർവതി ചേച്ചി എനിക്ക് നമ്പരൊക്കെ തന്നു. ചേച്ചി, ജാൻവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഒന്ന് ജാൻവിക്ക് കൊടുക്കുവോ? അതുവിന്റെ മോനെ, ജാൻവിക്കുഞ്ഞും ഇതുകുഞ്ഞും കൂടി പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞു പോയി. പുറത്തേക്കോ? എവിടേക്കാണെന്ന് കൃത്യമായി പറഞ്ഞില്ലേ? ഇല്ല, ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് മാത്രം പറഞ്ഞു. പോയിട്ടിപ്പോ ഒരുപാട് നേരമായോ? ഏകദേശം ഒരു 1 മണിക്കൂറായിട്ടുണ്ടാകും. ആണോ? ശരി ചേച്ചി, ജാൻവി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ശരി മോനെ. അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. പോകുമ്പോഴേ ജാൻവിക്ക് വല്ലാത്ത ദാഹം. മിഥു, എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഒരു ജ്യൂസ് കുടിച്ചാലോ? അതിനെന്താ ജാനി, നമുക്ക് ജ്യൂസ് കുടിക്കാം. മിഥു ആ നേരം കൊണ്ട് തന്നെ റിയാലിറ്റി ഉൾക്കൊണ്ട് അത്യാവശ്യം ഓക്കെയായി. അങ്ങനെ അവർ ഇരുവരും ചേർന്ന് ഒരു കഫേയുടെ അടുത്തേക്ക് വണ്ടി നിർത്തി. ജ്യൂസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നേരത്താണ് ജാൻവി വെറുതെ ഫോൺ നോക്കുന്നത്. ജഗന്റെ 3-4 മിസ് കോൾ കണ്ടതും അവൾ വല്ലാണ്ടായി. മിഥു, നമ്മൾ അബിയുടെ വീട്ടിൽ പോയിരുന്ന നേരത്ത് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നതിൽ. എന്നിട്ട് ഫോൺ റിങ്ങിന്റെ ശബ്ദം കേട്ടില്ലല്ലോ ജാനി. എടിയത് ഫോൺ സൈലന്റിലായിപ്പോയി. നീ എന്തായാലും ഏട്ടനെ തിരിച്ചു വിളിക്കും, മിഥു പറഞ്ഞു. കള്ളത്തരം ചെയ്തതുകൊണ്ട് തന്നെ ജാൻവിക്ക് വല്ലാണ്ട് പരിഭ്രമമുണ്ട്. ഹലോ ജഗൻ. എത്ര നേരമായി ജാൻവി ഞാൻ നിന്നെ ഫോൺ വിളിക്കുന്നു. താനിതെവിടെയാ? ഞാൻ ഞാൻ പുറത്താണ് ജഗൻ. ആഹാ, മിഥു ഉണ്ടോ കൂടെ? ഉണ്ട്. എന്താ, വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണോ? അതേ ജഗൻ, ഞങ്ങൾ ഫ്ലാറ്റിലിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ എവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടി. ആണോ? ഓക്കെ. ഞാൻ വെറുതെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ തന്നെ വിളിച്ചതാ. തന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോ ഞാനങ്ങ് വല്ലാതായി. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ ഹെൽപ്പിന് നിൽക്കുന്ന ചേച്ചിയെ വിളിച്ചു. അപ്പൊ ചേച്ചിയാ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിരിക്കുവാണെന്ന്. ഇപ്പൊ എവിടെയാ നിങ്ങൾ? ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയുണ്ട്. എനിക്ക് ദാഹിച്ചു, അപ്പൊ ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയതാ. ആണോ? ഓക്കെ ജാനി, എനിക്ക് പിന്നെ വീട്ടിലേക്ക് ഇല്ല. ശരി ജഗൻ. അതും പറഞ്ഞ് കോൾ കട്ടായതും ജാൻവി ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. എന്താ, ഏട്ടൻ എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? മിഥുവിന്റെ മുഖത്ത് ടെൻഷനാണ്. ഏയ്, വെറുതെ ഞാൻ എന്ത് ചെയ്യുവാണെന്ന് അറിയാൻ വിളിച്ചതാ. നീ ഓൾറെഡി പ്രോമിസ് ചെയ്തതല്ലേ, അതുകൊണ്ട് ജഗനിനി ഇക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മിഥു, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നിന്റെ ഏട്ടൻ. അറിയാലോ, പോലീസാണ്. പോലീസിന്റെ ബുദ്ധിയുമാണ്. എന്റെ കൃഷ്ണമണി ചലിക്കുന്നത് വെച്ച് വരെ ജഗൻ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു കളയും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ. ജാൻവി പറഞ്ഞപ്പോ മിഥു ആലോചനയോടെ ഒന്ന് മൂളി. അപ്പോഴേക്കും അവർക്കുള്ള ജ്യൂസ് വെയിറ്റർ കൊണ്ടുവന്നു വെച്ചു.
ജാൻവി ഓറഞ്ചും മിതു പൈനാപ്പിളുമാണ് ഓർഡർ ചെയ്തത്. രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. കുറച്ചു നേരം ഡ്രൈവ് ചെയ്തതുകൊണ്ട് തന്നെ ജാൻവി അത്യാവശ്യം ടയേർഡായിരുന്നു. വരുമ്പോൾ അവൾ കിടക്കാനായി റൂമിലേക്ക് പോകുന്ന സമയത്താണ് ബിന്ദു ചേച്ചി അവൾക്ക് അടുത്തേക്ക് വന്നത്. മോളെ, ജഗൻമോൻ വിളിച്ചിരുന്നു. മോളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ആ, ജഗൻ എന്നെ വിളിച്ചായിരുന്നു ചേച്ചി. പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് ഊണിന് മീൻ എന്തെങ്കിലും വേണോ? ഏയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നും ഇല്ല ചേച്ചി. ഒന്ന് മൂളിക്കൊണ്ട് ബിന്ദു അടുക്കളയിലേക്കും ജാൻവി അവളുടെ മുറിയിലേക്കും നടന്നു. ചെന്ന് ബെഡിലേക്ക് വീണ മിതുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ജാൻവി കിടന്നപാടെ മയങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ബിന്ദു ചേച്ചി ഒന്ന് വിളിക്കുമ്പോഴാണ് ജാൻവി പിന്നെ ഉറക്കത്തെ നുണരുന്നത്. അബിയെ അന്വേഷിച്ചു പോയിട്ടിരുന്ന അതേ വേഷത്തിൽ തന്നെയാണ് മിതു കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ ജാൻവി വസ്ത്രമൊക്കെ മാറ്റി ലിവിംഗ് റൂമിലേക്ക് വന്നു. അവളുടെ കണ്ണുകൾ മിഥുവിനെ അവിടെയൊക്കെ തിരഞ്ഞു. ചേച്ചി മിഥുവിനെ വിളിച്ചില്ലേ? ഡൈനിങ് ഹാളിൽ നിന്ന് ബിന്ദുവിനോട് ചോദിച്ചു. വിളിച്ചു, മിഥുമോക്ക് ഇപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു. ജാൻവി മിഥുവിന്റെ റൂമിലേക്ക് ചെന്നു. 2-3 പ്രാവശ്യം ഡോറി നോക്ക് ചെയ്ത ശേഷമാണ് മിഥു വന്ന് വാതി തുറന്നത്. കരഞ്ഞു വീർത്തിരിക്കുന്ന മുഖം കണ്ടപ്പോഴേ ജാൻവിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ഇപ്പൊ എന്തായിരിക്കുമെന്ന്. എന്റെ മിഥു, നിന്നോട് ഇനി ഞാൻ ഏത് ഭാഷയിലാ പറഞ്ഞു തരേണ്ടത്? ജാൻവി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ഓക്കെയാണ് ജാൻവി, മിഥു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അത് മുഖം കണ്ടാലും പറയും. ജാൻവി അമർഷത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ആരെയും കാര്യങ്ങളൊന്നും അറിയിക്കരുത്. നമുക്കിതെങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടെന്ന്. എന്നാലും എനിക്ക് പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ നേരെ തിരിച്ച് മാണിക്യമംഗലത്തേക്ക് പൊയ്ക്കോ. നിന്റെ കണ്ണീരും സങ്കടവും കാണാനാണോ ഞാനിവിടെ നിന്നെ പിടിച്ചു നിർത്തിയത്? എന്റെ ലൈഫിൽ ഞാൻ കുറച്ച് കൂടുതൽ സന്തോഷിക്കേണ്ട സമയമായത്. അപ്പോഴാണോ നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച്? ജാൻവി അത് പറഞ്ഞത് അതെങ്കിലും ഓർത്ത് മിഥു തന്റെ വിഷമം മറന്ന് ജീവിക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. അതേസമയം മിഥു അത് മറ്റൊരു രീതിയിലാണ് എടുത്തത്. പെട്ടെന്ന് മിഥുവിന്റെ മുഖം മാറി. ജാൻവി കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. സോറി സോറി ജാനി, ഞാൻ സത്യം പറഞ്ഞ അതേപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഞാൻ എന്തൊരു മണ്ടിയാണല്ലേ. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. നീ നീ പറഞ്ഞതാ ശരി. ഞാൻ മാണിക്യമംഗലത്തേക്ക് പോയിക്കോളാം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കും കൂടി സങ്കടമാവത്തേ ഉള്ളൂ. മിഥു പറഞ്ഞതും ജാൻവി പെട്ടെന്ന് കുനിഞ്ഞുപോയ മിഥുവിന്റെ മുഖം പിടിച്ചുയർത്തി. ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയെങ്കിലും നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയല്ലേ ഞാനിത് പറഞ്ഞത്. ജാൻവി അത് പറഞ്ഞു നിർത്തിയതും മിഥു അവളെ ഇറുക്കി പിടിച്ച് തോളിൽ മുഖം പൊഴ്ത്തി കരഞ്ഞു. ബിന്ദു ചേച്ചി അവളുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാതിരിക്കാനായി ജാൻവി ഡോറ് ചാരിയിട്ടു. വാ, തൽക്കാലം നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട ജാനി, നീ പോയി കഴിച്ചു. എങ്കിൽ ശരി, ഞങ്ങളും കഴിക്കുന്നില്ല. ജാൻവി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മിഥു ചെന്ന് അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. ഓ, ഇങ്ങനൊരു വാശിക്കാരി. ഇരുവരും നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ജാൻവിക്കറിയാം മിഥുവിന് കഴിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടും ജാൻവിക്ക് വേണ്ടിയാണ് അവൾ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുന്നതെന്ന്. ഒരുവിധം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്ത് ഇരുവരും എഴുന്നേറ്റു. അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ബിന്ദു ചേച്ചിയും വിളിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് അവർ ലിവിംഗ് റൂമിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ബിന്ദു ചേച്ചി ജാൻവിയുടെ അടുത്തേക്ക് വന്നു. മോളെ, മൂക്ക് എന്താ ചായക്ക് പലഹാരം വേണ്ടത്? പെട്ടെന്ന് അവർ ചോദിച്ചതും ജാൻവി കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. അല്ല, പാർവതി കുഞ്ഞ് പറഞ്ഞിരുന്നു ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന്. എനിക്കെങ്ങനെ നിർബന്ധമൊന്നും ഇല്ലേ ചേച്ചി. സാധാരണ ഒരു കപ്പ് കോഫിയാണ് കുടിക്കാറ്. ആ പിന്നെ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. മോക്കിനി മുതൽ കോഫി തരണ്ടെന്ന്. ആര്? അത് ജഗൻമോനാണ് പറഞ്ഞത്. അയ്യോ ചേച്ചി, കോഫി ഇല്ലാതെ എനിക്ക് പറ്റില്ല. മോളെ, ഈ സമയത്ത് കോഫി കുടിച്ചാലേ അതിന്റെ ദോഷം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാ. ചേച്ചി പറഞ്ഞതും ജാൻവി ആലോചനയുടെ തലകുലുക്കി. കോഫിക്ക് പകരം ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഗ്ലാസ് പാല് തരാം. അതാവുമ്പോൾ നല്ലതാ ഈ സമയത്ത്. ചേച്ചി പറഞ്ഞതും ജാൻവി അത് ശരിവെച്ചു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ചേച്ചി മോക്ക് പഴംപൊരി ഉണ്ടാക്കി തരട്ടെ. നല്ല പഴുത്ത ഏത്തക്കയുണ്ട്. ശരി ചേച്ചി. ബിന്ദു അടുക്കളയിലേക്ക് പോയി. ജാൻവി കുറച്ച് സമയം അപ്പാർട്ട്മെന്റിനുള്ളിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നെ ബാൽക്കണിയിൽ പോയിരുന്ന് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന നേരത്താണ്
ഒരു ഗ്ലാസ് പാലും പഴംപൊരിയുമായി ബിന്ദു അവൾക്ക് അരികിലേക്ക് വന്നത്. മിഥുവിന് കൊടുത്തോ ചേച്ചി? ഞാൻ വിളിച്ചിരുന്നു. മിഥുക്കുഞ്ഞ് നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. ആണോ? എങ്കിൽ പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ചേച്ചി. അവൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കഴിച്ചോളും. ബുക്കൊക്കെ വായിച്ച് ജാൻവി ആസ്വദിച്ച് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഗന്റെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത്. പതിവില്ലാതെ വീഡിയോ കോൾ ആയിരുന്നു അത്. ജാൻവി വീഡിയോ കോൾ ഓൺ ചെയ്ത് ജഗനെ കയ്യിലിരുന്ന പഴംപൊരി കാട്ടിക്കൊടുത്തു. ഇത് കണ്ടോ ജഗൻ, ബിന്ദു ചേച്ചി ഉണ്ടാക്കി തന്നതാ. ആഹാ, കൊള്ളാലോ. ജാൻവി, നാളെ മോർണിംഗിന് നമ്മുടെ അപ്പോയിൻമെന്റ് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ആണോ? ഓക്കെ ജഗൻ. മിഥു എവിടെ? മിഥു കിടക്കുന്നു. അതെന്താ ഈ സമയത്തൊരു കിടപ്പ്? സമയം ഏകദേശം 5 മണിയോട് അടുക്കാറായിരുന്നു അപ്പോൾ. അത് അത് അവൾക്ക് ചെറിയ തലവേദന, അതുകൊണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ജഗൻ എടുത്തു ചോദിച്ചപ്പോ ജാനി ചെറുതായി ഒന്ന് പതറി. ഏയ്, എന്തു കുഴപ്പം? ഒരു കുഴപ്പവുമില്ല ജഗൻ. ശബ്ദത്തിൽ കലരുന്ന വിക്കൽ മറച്ചു വെച്ചുകൊണ്ട് ജാൻവി അവന്റെ മുഖത്ത് നോക്കി സ്വാഭാവികമായി സംസാരിക്കാൻ ശ്രമിച്ചു. ഓക്കെ, നോക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഇന്ന് നേരത്തെ വരും. ആണോ? ശരി ജഗൻ. അതും പറഞ്ഞുകൊണ്ട് ജാൻവി ആ കോൾ കട്ട് ചെയ്തു. ശേഷം നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആശ്വസിച്ചു. ഏകദേശം വൈകുന്നേരം 6 മണിയോട് അടുത്തപ്പോഴാണ് മിഥു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റത്. കുളിച്ച് ഫ്രഷായ ശേഷമാണ് അവൾ ജാനിക്കരികിലേക്ക് വന്നത്. ജാൻവി അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ഇനിയും വായിച്ചു തീരാത്ത ആ ബുക്കിന്റെ താളുകൾ ഓരോന്നായി മറിച്ച് ആ കഥ ആസ്വദിച്ചു വായിക്കുകയാണ്. മിഥു വന്നതും ജാൻവി ബുക്ക് മടക്കി വെച്ചുകൊണ്ട് അവളെ നോക്കിയിരുന്നു. നീ ഓക്കെ അല്ലേ? അതെ ജാനി. എങ്കി വാ. നീ ചായ കുടിച്ചില്ലല്ലോ. ആദ്യം ചായ കുടിക്കാം. ഈ അപ്പാർട്ട്മെന്റിന്റെ താഴെ ഒരു സ്പേസ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനും മറ്റുമായിട്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോകാം. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ നല്ലതാ, ജാൻവി പറഞ്ഞു. അപ്പോഴാണ് ബിന്ദു ജാൻവിക്കരിയിലേക്ക് വന്നത്. മോളെ, ഇന്ന് രാത്രിയിലേക്ക് ചപ്പാത്തിയും കുറുമക്കറിയും മതിയോ? മതി ചേച്ചി, ഇപ്പൊ ഉണ്ടാക്കണ്ട. ഒരു 7 മണിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ജഗനൊക്കെ വന്നിട്ടൊരു 8:30 ആകുമ്പോഴല്ലേ ആഹാരം കഴിക്കുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 3 പേർക്കും കൂടി താഴെ ഫ്ലാറ്റിന്റെ വക പാർക്കുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കുറച്ചു നേരം അവിടെ പോകാം. അയ്യോ കുഞ്ഞെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. അതെന്താ ചേച്ചി കൂടി വന്ന? വാ, വെറുതെ വീടിനകത്ത് തന്നെ ഇരുന്ന ബോറടിക്കില്ലേ? ജാൻവി അത് പറഞ്ഞതും ബിന്ദു ചിരിയോടെ അവരുടെ റൂമിലേക്ക് പോയി. ശേഷം ഡ്രസ്സൊക്കെ മാറി വന്നു. പിന്നീട് അവർ 3 പേരും കൂടി ചേർന്ന് അവിടെ പോയി. കുട്ടികളും പ്രായമായവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. 1-2 പേരുമായി ബിന്ദു കമ്പനിയായി. മിഥുവും ജാൻവിയും കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷം അങ്ങനെയിരുന്നു. ശേഷം സന്ധ്യാകാരായപ്പോഴാണ് അവരെല്ലാവരും ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നത്. ജാൻവിക്ക് ചെറിയൊരു ക്ഷീണം തോന്നിയതുകൊണ്ട് തന്നെ അവൾ നേരെ റൂമിലേക്ക് പോയി. ബിന്ദു ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടാക്കാൻ കിച്ചണിലേക്കും. വെറുതെ ഇരുന്നാൽ ബോറടിക്കുമെന്ന് തോന്നിയതുകൊണ്ട് അവരെ സഹായിക്കാൻ മിഥു അടുക്കളയിലേക്ക് ചെന്നു. അയ്യോ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നത്? മോൾ അങ്ങ് പൊക്കോ, ചേച്ചി ഉണ്ടാക്കിക്കോളാം. അത് കുഴപ്പമില്ല ചേച്ചി, ഇവിടെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാം. വെറുതെ ബിന്ദുവിനോട് അവരുടെ കുടുംബകാര്യവും നാട്ടുവർത്തമാനവും ഒക്കെ പറഞ്ഞ് മിഥു അവരെ ഓരോ ജോലിയിൽ സഹായിച്ചു നിൽക്കുന്ന നേരത്താണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത്. പോയി നോക്കിയപ്പോൾ ജഗനാണ്. അവൻ മിഥുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? പെട്ടെന്ന് ജഗൻ ചോദിച്ചു. മിഥു ഒന്ന് പതറി. തലവേദന പിന്നെ പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത്. ജാൻവീനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന്. ആ, തലവേദന കുറവുണ്ട് ചേട്ടാ. മെഡിസിൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. മിഥു ജാൻവി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് അല്പസമയം ആലോചനയോടെ നിന്ന ശേഷമാണ് മറുപടി പറഞ്ഞത്. ഇതിനൊക്കെ എന്താ മിഥു ഇത്ര ആലോചിക്കാൻ? കാര്യമങ്ങ് പറഞ്ഞാൽ പോരെ? അവൾ മറുപടി പറയാതെ എന്തോ ചിന്തിച്ചുകൊണ്ട് നിന്നതും ജഗൻ ശബ്ദം ഉയർത്തി. അതേ ചേട്ടാ, കഴിച്ചു. ആ, റെസ്റ്റ് എടുക്ക്. ജാൻവി എവിടെ? ജാനി ബെഡ്റൂമിലുണ്ട്. ഞങ്ങളിന്ന് താഴെ ഫ്ലാറ്റിന്റെ പാർക്കിലൊക്കെ പോയിട്ട് തിരികെ വന്നപ്പോൾ അവൾ നല്ല ടയേർഡായി. ക്ഷീണം കൊണ്ട് കിടക്കാൻ പോവാണെന്ന് പറഞ്ഞ റൂമിലേക്ക് പോയത്. ജഗൻ നേരെ അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ ജാൻവി സുഖമായി കിടന്നുറങ്ങുകയാണ്. ഈ പെണ്ണിന് ഇത് എന്തൊരു ക്ഷീണമാണ്. കുറച്ച് ദിവസങ്ങളായി നേരവും കാലവും നോക്കാതെയുള്ള ഈ ഉറക്കം. ജഗൻ പതിയെ അവൾക്ക് അടുത്തേക്ക് ചെന്നു. എന്തോ എത്തി ജാൻവി? ഏയ്, ഞാൻ വെറുതെ ഒന്ന് കിടന്നതാ. പെട്ടെന്ന് കണ്ണങ്ങ് അടഞ്ഞുപോയി. തനിക്ക് ഈടെയായിട്ട് വല്ലാത്ത ക്ഷീണമാണല്ലോ. സാധാരണ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴല്ലേ എല്ലാവർക്കും ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുന്നത്? അതെ, പക്ഷെ എനിക്കറിയില്ല ജഗൻ, എന്തോ ഒരു വല്ലായ്മ. ഓക്കെ അല്ലേ താൻ? ജഗൻ എടുത്തു ചോദിച്ചു. അതെ ജഗൻ. എങ്കിൽ പിന്നെ ഞാനൊന്ന് ഫ്രഷായി വരാം.
ജഗൻ പോയതും ജാൻവി വീണ്ടും ബെഡിലേക്ക് കിടന്നു. അവൻ കുളിച്ചിറങ്ങി വരുമ്പോഴും ജാൻവി അതേ കിടപ്പ് തന്നെയാണ്. എടോ, തനിക്ക് വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. തന്റെ മുഖത്തൊക്കെ വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. കുഴപ്പമില്ല ജഗൻ. എങ്കിൽ പിന്നെ ഞാൻ ബിന്ദു ചേച്ചിയോട് പറയാം തനിക്കൊരു ജ്യൂസ് കൊണ്ടുവരാൻ. അതും പറഞ്ഞുകൊണ്ട് ജഗൻ അടുക്കളയിലേക്ക് പോയി. ജാൻവി പതിയെ എഴുന്നേറ്റ് ജഗന് പിന്നാലെ പുറത്തേക്ക് നടന്നു. ബിന്ദു ചേച്ചി ഉണ്ടാക്കിയ ചപ്പാത്തിയും കുറുമയും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. ബിന്ദു ചേച്ചി അടുക്കളയിൽ ഇരുന്നോളാന്ന് പറഞ്ഞപ്പോൾ ജഗൻ തന്നെയാണ് അവരെ നിർബന്ധിച്ച് ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്നിരുത്തിയത്. മിഥുവും ജാൻവിയും ഒക്കെ അതൊരു ചിരിയോടെയാണ് കണ്ടു നിന്നത്. അങ്ങനെ പിറ്റേന്ന് പതിവിൽ നേരത്തെ ജാൻവി ഉണർന്നു. മറ്റൊന്നും കൊണ്ടല്ല, പകലൊക്കെ കിടന്നുറങ്ങിയതുകൊണ്ട് രാത്രിയിൽ ഇപ്പോൾ അവൾക്ക് ഉറക്കം തീരെയില്ല. റൊട്ടീനൊക്കെ തെറ്റിയ മട്ടാണ്. വെളുപ്പിന് 5 മണിയായപ്പോഴേ ഉണർന്നു കിടക്കുകയാണ് അവൾ. ജഗനാണെങ്കിൽ സുഖം ഉറക്കൂ. ജാൻവി മെല്ലെ ഒരു കൈയെത്തിച്ച് ജഗനെ ചുറ്റിപ്പിടിച്ചു. ശേഷം അവന്റെ കവിളിൽ ഒന്ന് ചുണ്ടു ചേർത്തു. തന്റെ പെണ്ണിന്റെ ശ്വാസം മുഖത്ത് പതിച്ചതും ജഗൻ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്തുപറ്റി? ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ജഗൻ. സാറില്ല, കണ്ണടച്ചു കിടന്നു. സമയമൊന്നും ആയിട്ടില്ല. അല്പനേരം കൂടി കിടന്നിട്ട് എഴുന്നേറ്റാ മതി. ജഗൻ മെല്ലെ അവളെ തന്റെ ഉടലിനോട് ചേർത്ത് പിടിച്ചു. തോളിത്തട്ടി ഉറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉള്ളതുകൊണ്ട് മടി തോന്നിയെങ്കിലും അവൾ ചടഞ്ഞുകൂടിയിരിക്കാതെ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്തു. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇവിടുന്ന് അരമണിക്കൂർ ദൂരമേ ഹോസ്പിറ്റലിലേക്കുള്ളൂ. ഒരു കോഡ് സെറ്റായിരുന്നു ജാൻവിയുടെ വേഷം. ജഗൻ ഒരു ജീൻസും ഷർട്ടും ഇട്ട് വേഗം റെഡിയായി വന്നു. മിഥു, നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? ഇല്ല ജാനി, നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. ഞാൻ വന്ന് വെറുതെ ബോറടിച്ച്. ഞാൻ അവിടെ തന്നെ ഇരിക്കണം. അതിൽ നല്ലത് ഇവിടെ ഫ്ലാറ്റിലിരിക്കുന്നതാ. ഇതാവുമ്പോ ബിന്ദു ചേച്ചി ഉണ്ടല്ലോ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ബിന്ദു ചേച്ചിയെ നന്നായി ബോധിച്ചു. ആളൊരു തമാശക്കാരിയാണ്. ഇടയ്ക്കൊക്കെ ഓരോ തമാശയൊക്കെ പറയുമ്പോൾ ജാനിയും ഇതും മനസ്സറിഞ്ഞ് ചിരിക്കാറുണ്ട്. എങ്കിൽ പിന്നെ ശരി, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ എന്റെ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. ജാനിയുടെ വയറിൽ കൈവച്ച് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് മിഥു പറഞ്ഞതും ജാൻവി ചിരിയോടെ അവളെ ഒന്ന് നോക്കിയിട്ട് ജഗന്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനെടുത്ത ശേഷം റിസൾട്ട് വരാൻ വേണ്ടി ഡോക്ടറുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ജാൻവിയും ജഗനും. കുറച്ചേറെ സമയത്തിന് ശേഷം ഒരു നേഴ്സ് അവരുടെ പേര് വിളിച്ചതും ഇരുവരും ഒരുമിച്ച് അകത്തേക്ക് കയറി ചെന്നു. കൺഗ്രാറ്റ്സ് ജാൻവി ആൻഡ് ജഗൻ. താങ്ക് യു ഡോക്ടർ. ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അത്യാവശ്യം ടെൻഷനുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ അവിടെ ഒരു കാര്യമായി തന്നെ സംസാരിച്ചു. ഓരോ ടെമസ്റ്ററിലെ കാര്യങ്ങളും ബോഡി ചേഞ്ചസും അങ്ങനെയെല്ലാം വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ജാൻവി പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നും പിന്നെ നല്ല ക്ഷീണം തോന്നുകയാണെങ്കിൽ ജ്യൂസോ വെള്ളമോ പഴങ്ങളോ ഒക്കെ ധാരാളമായി കഴിക്കണമെന്നും മാത്രമാണ് ഡോക്ടർ അവൾക്ക് നിർദ്ദേശിച്ചത്. പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയെന്നും അവർ പറഞ്ഞു. ആപ്പിളും പേരയ്ക്കയും മാതളവും ഒക്കെ കഴിക്കാനായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പോരാത്തതിന് അവൾക്ക് കഴിക്കാൻ ഫോളിക് ആസിഡും വൈറ്റമിൻ ടാബ്ലറ്റ്സും എല്ലാം നൽകിയിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി ജഗൻ നേരെ പോയത് മാളിലേക്കാണ്. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ജാൻവി മടിയോട് ചോദിച്ചു. അതുകൊള്ളാം, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണ്ടേ? അത് ജഗൻ ബിന്ദു ചേച്ചിയെ കൂട്ടി വന്ന് വാങ്ങിയാൽ മതി. എന്റെ ഭാര്യയ്ക്ക് സാധനം വാങ്ങാൻ ഞാനിതിനെ ബിന്ദു ചേച്ചിയെ കൂട്ടി വരുന്നത്? ജഗൻ ചോദിച്ചതും ജാൻവി മുഖം ചിരിച്ച് അവനെ നോക്കി. എനിക്കിപ്പോ എന്തു വാങ്ങാനാ? തനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടാവില്ലേ? അതൊക്കെ വാങ്ങാം. ജഗൻ നിസ്സാരമായി പറഞ്ഞ് പാർക്കിങ്ങിലേക്ക് വണ്ടി നിർത്തിയതും ജാൻവി അലസതയോടെ പുറത്തേക്കിറങ്ങി. തനിക്കിപ്പോ കുറച്ചു ദിവസമായി മടി അല്പം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ജഗൻ ജാൻവിയുടെ കയ്യിൽ വിരൽ കോർത്തുകൊണ്ട് നടക്കവേ മെല്ലെ പറഞ്ഞു. ജഗന് തോന്നിയില്ലേ? എനിക്കും തോന്നി. എന്തോ എല്ലാത്തിനോടും ഒരു താല്പര്യമില്ലായ്മ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനാ കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് മാറ്റിയെടുക്കണം ജാൻവി. താൻ കുറച്ചുകൂടി ആക്റ്റീവായിരിക്കണം. എങ്കിലല്ലേ നമ്മുടെ ബേബി വരുമ്പോ ബേബിയും നല്ല ആക്റ്റീവ് ആവും. ജഗൻ പറഞ്ഞതും ജാൻവി നാണത്തോടെ മുഖം കുനിച്ചു കളഞ്ഞു. ശേഷം അവർ ഇരുവരും നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ കണ്ട ഒരുമാതിരി എല്ലാ ഫ്രൂട്ട്സും ജഗൻ ജാൻവിക്ക് വേണ്ടി വാങ്ങി. ജാൻവിയുടെ കണ്ണുകൾ നേരെ പാഞ്ഞത് ചോക്ലേറ്റ് സെക്ഷനിലാണ്. കൈ കിട്ടിയ ചോക്ലേറ്റ് എല്ലാം അവൾ വാരിക്കൂട്ടി. ഒരു കണ്ണാലെ ജഗൻ അതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവൻ എതിർത്തൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ജാൻവിക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സും നട്ട്സും പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായ ഗ്രോസറീസും എല്ലാം വാങ്ങിയ ശേഷം ഇരുവരും തിരിച്ചു ഫ്ളാറ്റിലേക്ക് വന്നു. ജഗൻ ഇന്ന് ഹാഫ് ഡേ ലീവായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം അവന് ജോലിക്ക് കയറണമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ലഞ്ചും കഴിച്ച് ജഗൻ നേരെ ഓഫീസിലേക്ക് പോയി. അതേസമയം മാനസിയുടെയും ജയന്റെയും വീട്ടിൽ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ജയൻ നോക്കുമ്പോൾ കാണുന്നത് മാനസി ജാലകത്തിന്റെ കമ്പിഴകളിൽ കൈ ചേർത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്.
ജയൻ അവർക്കരികിലേക്ക് വന്നു. ഇന്ന് രാവിലെ മുതൽ മാനസി ഇങ്ങനെയാണ്. വലിയ മിണ്ടാട്ടമൊന്നുമില്ല. എപ്പോ നോക്കിയാലും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നത് കാണാം. ഇടയ്ക്കൊക്കെ കണ്ണു തുടയ്ക്കുന്നുണ്ട്. ജയൻ എത്ര ചിന്തിച്ചിട്ടും എന്താണ് അവരുടെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണമെന്ന് മനസ്സിലായില്ല. മാനസി, തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ജയൻ അവർക്കടുത്തേക്ക് വന്നു ചോദിച്ചു. ഇല്ല ജയേട്ടാ, പതിഞ്ഞ സ്വരത്തിൽ മാനസി മറുപടി പറഞ്ഞു. എപ്പോഴും അവരിൽ എടുത്തു നിൽക്കാറുള്ള ആ ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും തന്നെയില്ല. വല്ലാത്തൊരു മൂകത പോലെ. എടോ, തനിക്കെന്തെങ്കിലും വയ്യായികയുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല ജയേട്ടാ. ഞാൻ ആലോചിക്കുമായിരുന്നു ജാനിയെപ്പറ്റി. മാനസി അത് പറഞ്ഞു തുടങ്ങിയതും ജയന്റെ മുഖം കൂടുതൽ വിടർന്നു. നമുക്ക് നമുക്ക് അവളെ കാണാൻ പോകണ്ടേ? മാനസി ചോദിച്ചതും ജയൻ വിശ്വാസം വരാത്ത പോലെ മാനസിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എടോ, താൻ തന്നെയാണോ ഈ പറയുന്നത്? സത്യം പറയാലോ, എനിക്ക് ജാൻവിയെ കാണണമെന്നും അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ താൻ അതിനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം പറയാതിരുന്നത്. ജയന് കൂടുതൽ ഉത്സാഹമായി. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ നമുക്ക് ജാൻവിയുടെ അടുത്തേക്ക് പോയാലോ? ജയൻ ചോദിച്ചു. ഇന്നോ? അതെ, തനിക്കെന്തായാലും ജാൻവിയെ കാണാൻ ആഗ്രഹമില്ലേ? അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് പോകാം. നമുക്ക് ചെന്ന് മോളെ കണ്ടിട്ട് വരാടോ. അവരോട് കാണുമോ ആവോ? മാനസിക സംശയം. ഞാൻ ആദ്യം ജഗനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവർ വീട്ടിലുണ്ടോന്ന്. ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കോ മറ്റോ പോവാണെങ്കിലോ? മാനസിയുടെ മുമ്പിൽ വെച്ച് തന്നെ ജയൻ ഫോണെടുത്ത് ജഗനെ കോൾ ചെയ്തു. ഹലോ അങ്കിൾ, പറയൂ. ജഗൻ തിരക്കിലായിരുന്നോ? ഏയ് അല്ലെങ്കിൽ, ഞാൻ ഓഫീസിലായിരുന്നു. ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു. ജാൻവിക്കൊരു അപ്പോയിൻമെന്റ്. ആഹാ, ഫസ്റ്റ് അപ്പോയിൻമെന്റ് ആയിരുന്നല്ലേ? എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തു പറഞ്ഞു? ജാൻവിയുടെ ഹെൽത്ത് കണ്ടീഷൻ? മോൾ ഓക്കെയാണോ ജഗൻ? ഏയ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പിന്നെ ജാൻവിക്ക് കുറച്ച് ക്ഷീണമൊക്കെ കൂടുതലാ. എന്തോ പഴയ പോലെ ആൾക്കിപ്പോ പഴയ പോലെ അല്ല, ആൾക്കിപ്പോ ഇത്തിരി മടിയൊക്കെ വന്നിട്ടുണ്ട്. ജഗൻ ഒരു ചിരിയോടെ പറഞ്ഞു. ഫോൺ സ്പീക്കറിൽ കിടന്നുകൊണ്ട് തന്നെ ജഗൻ പറയുന്ന ഓരോ കാര്യങ്ങളും മാനസിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്ല ജഗൻ, ഞാൻ വിളിച്ചതേ ഇന്ന് വൈകിട്ട് അവിടേക്ക് വന്ന് ജാൻവി ഒന്ന് കണ്ട് മടങ്ങണമെന്ന്. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ കാണുമോ? ആ അങ്കിൾ, ഞങ്ങളുണ്ടാവും. എപ്പോഴത്തേക്കായിരിക്കും വരുന്നത്? ഒരു വൈകുന്നേരവും 5 മണിയൊക്കെ ആവുമ്പോഴേക്കും അവിടെ എത്തുന്നത് പോലെ ഞങ്ങൾ ഇവിടെ നിറങ്ങട്ടെ. ഓക്കെ ആണോ അത്? ജയൻ ചോദിച്ചു. ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ വരുന്ന കാര്യം ജാൻവിയോട് മുൻകൂട്ടി പറയണ്ട കേട്ടോ. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അതെ അങ്കിൾ. പിന്നെ തന്റെ ജോലി നടക്കട്ടെ ജഗൻ, ഈവനിങ്ങിൽ കാണാം. എടോ, ദേ നമുക്കൊരു 5 മണിയാകുമ്പോൾ അവിടെ എത്തുന്നത് പോലെ വേണം പോകാൻ. ഇവിടുന്ന് 1 മണിക്കൂർ ട്രാവലുണ്ട് അവരിപ്പോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക്. താനെങ്കിൽ പിന്നെ സമയം കളയണ്ട, റെഡി ആയിക്കോ. ജയൻ പറഞ്ഞതും മാനസി തലകുലുക്കിക്കൊണ്ട് റെഡിയാകാനായി ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയി. മാനസി ഡ്രസ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ജയൻ അയാളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഒരുക്കം കഴിഞ്ഞ് തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്ന മാനസിയെ ജയൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു ഒലീവ് ഗ്രീൻ കളർ കോഡ് സെറ്റായിരുന്നു അവരുടെ വേഷം. എല്ലാം പഴയതുപോലെ. മിനിമൽ മേക്കപ്പ്, കേൾ ചെയ്തിട്ട തോളപ്പം വരെ കിടക്കുന്ന മുടിയിഴകൾ. പക്ഷെ പതിവിന് വിപരീതമായി ഇന്ന് ആ അതരങ്ങളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തനിക്കടുത്തേക്ക് വന്ന മാനസിയെ ജയൻ തന്റെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. എന്താ ചേട്ടായി കാണിക്കുന്നേ? ഏയ്, ഞാൻ ചിന്തിക്കുമായിരുന്നു, താനേ ഒരമ്മൂമ്മയാവാൻ പോവാ. പക്ഷെ ഇപ്പോഴും തന്നെ കണ്ടാൽ അന്ന് കൂടെ കൂട്ടി അതേ പ്രായമാണെന്നേ തോന്നൂ. ജയൻ അവരുടെ താടിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും മാനസി അയാളെ തള്ളി മാറ്റി. അയ്യടാ, കൊഞ്ചാൻ വന്നിരിക്കുന്നു, വേഗം വാ. അവരിരുവരും ഒരുമിച്ച് പുറത്തേക്കിറങ്ങി. മാനസിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. എത്രയോ നാളിനു ശേഷമാണ് ജാൻവിയെ വീണ്ടും കാണാൻ പോകുന്നത്. എടോ, വെറും കൈയോടെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? എന്താ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ജയ മറ്റൊന്നും ചിന്തിക്കാതെ ചോദിച്ചതും മാനസി എന്ത് മറുപടി പറയണമെന്നറിയാതെ സ്റ്റക്കായിപ്പോയി. അവരൊരു ഞെട്ടലോടെ ജയന്റെ മുഖത്തേക്ക് നോക്കി. അയാളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാല് 23 വയസ്സുവരെ വളർത്തി വലുതാക്കിയ മകളാണ്. ഇന്ന് വരെ അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ജയൻ പറഞ്ഞതും മാനസി വല്ലായ്മയുടെ തലകുനിച്ചു കളഞ്ഞു. തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നമ്മൾ രണ്ടുപേരും പേരൻസ് എന്ന നിലയിൽ വലിയ പരാജയമായിരുന്നു. അല്ലേ മാനസി? വളരെ വൈകിയെത്തിയ തിരിച്ചറിവ്. ജയൻ ചോദിച്ചപ്പോൾ മാനസി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം കണ്ണുകൾ ഇറുക്കിയടിച്ച് സീറ്റിലേക്ക് തലചാരി കിടന്നു. അവരുടെ കൺപോളകൾ അനങ്ങുന്നുണ്ടായിരുന്നു. അയാൾക്കറിയാം ഈ സമയത്ത് മാനസി അനുഭവിക്കുന്ന ടെൻഷൻ
അത് എത്രത്തോളം ആയിരിക്കുമെന്ന്. അയാൾ അവരെ വിളിക്കാൻ പോയില്ല. കുറച്ചു ദൂരം ചെന്ന ശേഷം അവരുടെ കാറ് ഒരു മാളിന്റെ പാർക്കിങ്ങിലേക്ക് നിന്നു. മാനസയും കൂട്ടി ജയൻ അകത്തേക്ക് കടന്നു. ഫ്രൂട്ട്സ് എന്തൊക്കെയോ വാങ്ങി. ചില ഫ്രൂട്ട്സ് ഒക്കെ ജയൻ എടുക്കാൻ പോയ സമയത്ത് മാനസി പറഞ്ഞു, ഏയ്, ഈ സമയത്ത് അതൊന്നും കഴിച്ചുകൂടാ, പെസ്റ്റിസൈഡ്സ് ഉണ്ടാകും എന്നൊക്കെ. അങ്ങനെ വല്ലാതൊരു ആകുലത ഉണ്ടായിരുന്നു മാനസിക്ക് ജാൻവിയുടെ കാര്യത്തിലൊക്കെ. ജയൻ അതൊക്കെ മൗനമായി ശ്രദ്ധിച്ചു. ശേഷം അവൾക്ക് വേണ്ടി നട്ട്സും കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങിയ ശേഷമാണ് ഇരുവരും അവരുടെ അപ്പാർട്ട്മെന്റിൽ ചെന്നത്. അതേസമയം ഉച്ചയ്ക്ക് പോയ ജഗൻ വൈകുന്നേരം ആയപ്പോ തന്നെ തിരിച്ചു വന്നതിന്റെ ഞെട്ടലിലായിരുന്നു ജാൻവി. ജഗൻ ഒന്ന് പോയില്ലേ? ഞാൻ പോയടോ, പോയിട്ട് ഞാൻ തിരിച്ചിങ്ങി പോന്നു. അതെന്തു പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ജാൻവി അതും പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ കൈവച്ച് നോക്കി. എന്റെ ഭാര്യയെ, എനിക്കിപ്പോ ഒരു വയ്യായികയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നപ്പോ തന്നെ ഒന്ന് കാണാൻ തോന്നി. അതാ ഞാൻ ഇങ്ങി വന്നത്. അയ്യോടാ, അതൊന്നുമല്ല, വേറെന്തോ കാര്യമുണ്ട്. സത്യം പറ ജഗൻ. എടോ, സത്യമായിട്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്നധികം വർക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ നേരത്തെ ഇങ്ങു വരാം. അതാകുമ്പോ അത്രയും സമയം കൂടി തനിക്കിപ്പോ സ്പെൻഡ് ചെയ്യാലോന്ന്. അത്രയും പറഞ്ഞിട്ടും വിശ്വാസം വരാതെ ജാൻവി ജഗനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. ഇനി തനിക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ താൻ വിശ്വസിക്കണ്ട. അവനല്പം ഗൗരവത്തോടെ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയതും ജാൻവി പിന്നാലെ അവനെ സോപ്പിട്ടുകൊണ്ട് അവനൊപ്പം തന്നെ ചെന്നു. വൈകിട്ട് ഏകദേശം 5:30 അടുക്കാറായപ്പോഴായിരുന്നു പുറത്താരോ കോളിംബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. ജഗൻ ലിവിംഗ് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ ലാപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ജാൻവി, താൻ പോയ ഡോറും തുറന്നേ. അതാരായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജഗൻ മനഃപൂർവ്വം ജാൻവിയോട് ഡോർ തുറക്കാൻ പറഞ്ഞത്. ജാൻവിക്ക് ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ പോയി വാതിൽ തുറന്നു. എന്നാൽ തൊട്ടു മുൻപിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ജയനെയും മാനസിയും കണ്ടതോടെ ജാൻവി തീർത്തും സ്റ്റക്കായി പോയിരുന്നു. വാതിലും തുറന്നു പിടിച്ച് അവർക്ക് മുമ്പിൽ ഒരേ നിൽപ്പ് നിൽക്കുവാണ് ജാൻവി. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവരിരുവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ജഗം വരുമ്പോ കാണുന്ന കാഴ്ച അതാണ്. എവിടെ താനൊന്ന് മാറിക്കൊടുക്ക്, എങ്കിലല്ലേ അങ്കിളിനും ആന്റിക്കും അകത്തേക്ക് കയറാൻ കഴിയൂ. പെട്ടെന്ന് ജഗം പറഞ്ഞതും ജാൻവി സ്വബോധത്തിലേക്ക് വന്നതുപോലെ അല്പം സൈഡിലേക്ക് മാറിയതും മാനസിയും ജയനും അകത്തേക്ക് കയറി. കയറിയ പാടെ തന്നെ അവരിരുവരും കണ്ണുകൊണ്ട് ആ ഫ്ലാറ്റ് മുഴുവനും ഒന്ന് ഓടിച്ചു നോക്കി. ഇരിക്കങ്കിൾ. ആന്റി, ജഗൻ പറഞ്ഞു. കോഫിയാണോ ടീ ആണോ? ജയനോട് സംസാരിക്കാൻ ജഗന് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടായിരുന്നില്ല. മാനസിയോട് ജഗൻ എന്തോ ഒരു അകൽച്ച കാണിക്കുകയും ചെയ്തു. എന്നിട്ടും വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ജഗൻ അതൊന്നും പുറമേ കാണിച്ചില്ല. ആന്റി, കോഫി കുടിക്കുവോ? മാനസി തലകുലുക്കി. ബിന്ദു ചേച്ചി, 2 കോഫി. ജഗൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ബിന്ദു കോഫിയും കുറച്ച് സ്നാക്സുമായി അവിടേക്ക് വന്നു. മാനസിയുടെ കണ്ണുകൾ ഇപ്പോഴും ജാൻവി തന്നെയാണ്. ജാൻവി ആണെങ്കിൽ വിശ്വാസം വരാത്തതുപോലെ നിൽക്കുകയാണ്. ജഗനാണെങ്കിൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയും അച്ഛനും വരുന്ന കാര്യം ജഗൻ അറിയാമായിരിക്കുമെന്ന് ജാൻവി ഊഹിച്ചു. കുറച്ചു കഴിഞ്ഞാണ് മിഥുവും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ജാൻവിയുടെ അമ്മയെ കണ്ടതും മിഥുവിനൊരു ഞെട്ടലായിരുന്നു. മിഥു മാനസിയെ ഒരിക്കലും അവിടെ എക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ജാൻവിയുടെയും മാനസിയുടെയും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ഉടക്കുന്നുണ്ട്. പക്ഷെ അമ്മയാണെന്ന് പറഞ്ഞാലും ഓടിച്ചെല്ലാനോ ആ നെഞ്ചിലേക്ക് ചേരാനോ കൈ പിടിച്ച് വിശേഷങ്ങൾ ചോദിക്കാനോ തക്കതായ സ്വാതന്ത്ര്യമൊന്നും പരസ്പരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിടവ് ഇരുവർക്കും ഇടയിലുണ്ട്. ജഗനാണെങ്കിൽ ജയനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മാനസി ആരോടും ഒന്നും മിണ്ടാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഇരുന്നു. അമ്മ കോഫി കുടിക്ക്. പെട്ടെന്ന് ജാൻവി അത് പറഞ്ഞതും മാനസി ജാൻവിയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഓർമ്മ വെച്ച നാളുകൾക്കിപ്പുറം അമ്മ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കുമെന്ന് അവൾ ഓർത്തു. അവൾക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ജാൻവി പറഞ്ഞതും മാനസി ടേബിളിലിരുന്ന കപ്പെടുത്ത് മെല്ലെ ചുണ്ടോട് ചേർത്തു. ജാൻവി പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ മിഥുവും. ജാൻവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി ജാനി? ഏയ്, അമ്മ. അമ്മ എന്നെ നോക്കി ചിരിച്ചു മിഥു. എന്തോ വലിയ കാര്യം പോലെ ജാൻവി അത് പറയുമ്പോൾ മിഥു മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ നാളിനിടയ്ക്ക് അവൾ അനുഭവിച്ച അനാഥത്വം. സ്വന്തം അമ്മ ചിരിച്ചുവെന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരു മകളുടെ മാനസികാവസ്ഥ മിഥുവിന് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഏയ്, ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നീ കരുതിയാൽ മതി ജാനി. എല്ലാം നല്ലതിനാ. മിഥു ജാൻവിയുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. ആ സമയത്താണ് മാനസി അവിടേക്ക് വന്നത്. പെട്ടെന്ന് മാനസിയെ കണ്ടതും മിഥു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മിഥു അല്ലേ? മാനസി അവളെ നോക്കി ചോദിച്ചു. അതെ ആന്റി. ആന്റിക്ക് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ
മാനസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടാളും സംസാരിക്കാൻ ആൻറ്റി. അതും പറഞ്ഞ് മിതു പതിയെ അവിടെ നിന്ന് ലിവിംഗ് റൂമിലേക്ക് നടന്നു. മാനസിയോട് എന്ത് സംസാരിക്കണമെന്ന് ജാൻവിക്ക് അറിയില്ല. ജാൻവി നേരത്തെ ഇരുട്ട് പടർന്ന അന്തരീക്ഷത്തിലേക്ക് നോക്കി വല്ലായ്മയോടെ നിന്നു. മാനസി തന്റെ ഒരു നിശ്വാസത്തിനപ്പുറം ഉണ്ടെന്നുള്ള തോന്നൽ ജാൻവിയുടെ ഉള്ളിൽ വല്ലാത്ത ആഹ്ലാദം ഉണർത്തി. ജാൻവിക്ക് സുഖമല്ലേ? ഔപചാരികതയോട് കൂടിയാണ് മാനസി സംസാരിച്ചു തുടങ്ങിയത്. വർഷങ്ങളായി പരസ്പരം സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഒക്കെ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഇരുവർക്കിടയിൽ വല്ലാത്തൊരകലം, പറയാൻ വാക്കുകൾ കിട്ടാത്തതുപോലെ ഒരു വിഷമം. സുഖമായിട്ടിരിക്കുന്നമ്മേ. ഇന്നായിരുന്നല്ലേ അപ്പോയിന്റ്മെന്റ്? ജയേട്ടൻ പറഞ്ഞിരുന്നു. മാനസി ഓരോ വാക്കുകളും അത്രയും കരുതലോടെയാണ് സംസാരിക്കുന്നത്. ജാൻവി ഒന്നു മൂളി. ഡോക്ടർ എന്തു പറഞ്ഞു? ഓക്കെ അല്ലേ കുഞ്ഞ്? അത് ചോദിക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മാനസിയുടെ ശബ്ദം ഇടറിപ്പോയി. 23 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടി താൻ കടന്നുപോയത് അവർക്ക് ഓർമ്മ വന്നു. ജാൻവിയോട് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തോന്നിപ്പോയി മാനസിക്ക്. അത്രമാത്രം ക്രൂരതയും അവഗണനയും അവളോട് കാട്ടിയിട്ടുണ്ട്. ഇനി ഒരു ആയുഷ്കാലം മുഴുവനും അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ പോലും നിഴലിച്ചു നിൽക്കാവുന്ന അത്ര ദ്രോഹിച്ചിട്ടുണ്ട്. പ്രഗ്നൻസിയുടേതായ മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? മാനസി ഏറെ നേരം ആലോചിച്ച ശേഷം അത് ചോദിച്ചു. വൊമിറ്റിംഗ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വല്ലാത്ത ക്ഷീണമുണ്ട്. ജാൻവി പറഞ്ഞതും മാനസിക്ക് വീണ്ടും കുറച്ചേറെ വർഷങ്ങൾ മുമ്പുള്ള ആ സമയം ഓർമ്മ വന്നു. തനിക്കും ഇതുപോലായിരുന്നു. വല്ലാത്ത ക്ഷീണമായിരുന്നു. അന്നൊക്കെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എന്തുമാത്രം ശപിച്ചിട്ടുണ്ട്. തനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് മാനസിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. അമ്മയോട് ദേഷ്യമാണോ എന്നൊരു ചോദ്യം മാനസിയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തട്ടി. അതങ്ങനെ തടഞ്ഞു കിടന്നു. പക്ഷെ ജാൻവിയോട് ആ ചോദ്യം ചോദിക്കാതെ തന്നെ അവളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താകുമെന്ന് മാനസിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ലെന്ന് ജാൻവി പറഞ്ഞാൽ പോലും അവളൊരു പക്ഷേ മനസ്സുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് ഈ അമ്മയെ ആയിരിക്കും. മാനസി വല്ലാത്ത മാനസിക വേദനയോടെ ഓർത്തു. അമ്മയോട് അമ്മയോട് ക്ഷമിക്കാൻ പറ്റുമോ മോളെ നിനക്ക്? ഇടറി പൊലിഞ്ഞുപോയ മാനസിയുടെ സ്വരം കാതിൽ പതിഞ്ഞതും ജാൻവി ഒരു പൊട്ടിക്കരച്ചിലോടെ അവരെ ചുറ്റിപ്പിടിച്ചു. ശേഷം അവരുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി ആർത്താർത്ത് കരഞ്ഞു. ഏയ്, എന്താ ഇത്? ഇങ്ങനൊന്നും കരഞ്ഞുകൂടിയ സമയത്ത് അറിയാമോ അത് കുഞ്ഞിനെ കൂടി ബാധിക്കും. മാനസിക ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതായി പോയി. പലപ്പോഴും അവർ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാ കണ്ണുനീർ തന്നെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടെന്ന് മാനസിക്ക് തോന്നി. ജാൻവി മോളെ. മാനസി അല്പം ബലം പ്രയോഗിച്ച് തന്നെ ജാൻവി അവരുടെ ചുമലിൽ നിന്ന് അടർത്തി മാറ്റി. എന്താ മോളെ ഇത്? കരയില്ലേ? അമ്മേ, അമ്മിനെ ആദ്യമായിട്ടാണ് മോളെ എന്ന് വിളിക്കുന്നത്. ജാൻവി അത് പറഞ്ഞതും മാനസി കണ്ണുകൾ ഇറുക്കിയടച്ച് നിന്നുപോയി. വല്ലാത്തൊരു കുറ്റബോധം അവരെ അലട്ടി. ഇറുക്കിയടച്ച് അവരുടെ കണ്ണുകൾക്കിടയിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒന്നൊന്നായി ഒഴുകി താഴേക്ക് ഇറങ്ങി. എന്തു പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കണമെന്ന് മാനസിക്ക് അറിയില്ലായിരുന്നു. അവർക്കും വ്യക്തമാണ് തന്റെ ഭാഗത്ത് യാതൊരുവിധ ന്യായവും ഇല്ലെന്ന്. ഇക്കണ്ട കാലം അത്രയും നിന്നോട് ഒരിക്കൽ പോലും കരുണ കാട്ടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിനക്കൊരു അമ്മയുടെ സ്നേഹവും സാമീപ്യവും വേണ്ട സമയത്തൊക്കെ ഞാൻ നിന്നെ എന്നിൽ നിന്ന് നാട്ടി അകറ്റിയിട്ടേ ഉള്ളൂ. പക്ഷെ നിനക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്. എന്റെ കണ്ണീരുകൊണ്ട് നിന്റെ കാല് കഴുകി മാപ്പ് ചോദിച്ചാൽ പോലും നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്ര വലിയ തെറ്റുകൾ. മാനസി അത് പറഞ്ഞതും ജാൻവി ഒരു ഞെട്ടലോടെ അവരുടെ വാ പൊത്തി. ശേഷം വിലങ്ങനെ തലകുലുക്കി. അപ്പോഴും ജാൻവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മാനസി ജാൻവിയെ അവരുടെ മാറോട് അടുക്കി പിടിച്ചു. ഓർമ്മ വെച്ച നാളിനപ്പുറം ആദ്യമായി അമ്മയുടെ മാറിലെ ചൂടറിയുന്ന ജാൻവി ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ അവരെ വിട്ടകലാൻ മനസ്സില്ലാതെ അവരെ ഇറുക്കിപ്പുണർന്ന് അങ്ങനെ നിന്നു. കുറച്ചധികം നേരം അവർ ആ ബാൽക്കണിയിൽ തന്നെ നിന്നു. ഏറെ നേരമായിട്ടും ബാൽക്കണിയിലേക്ക് പോയ മാനസിയെയും ജാൻവിയും കാണാതായതോടെ ജഗനും ജയനും അവിടേക്ക് ചെന്നു. രണ്ടുപേരും ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതായിരുന്നു. അമ്മയുടെ മാറിലെ ചൂടേറ്റ് മാനസിയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് ചെറിയൊരു തേങ്ങലോടെ നിൽക്കുന്ന ജാൻവി. ഒരു കൈകൊണ്ട് ജാൻവിയുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന മാനസി. അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ജഗന്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നു. മനുഷ്യർക്ക് തെറ്റുകൾ വരുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാകാതെ വർഷങ്ങളോളം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു അബദ്ധമല്ല.
പക്ഷെ എപ്പോഴെങ്കിലും ആ തെറ്റ് തിരുത്താൻ ഒരാൾ തയ്യാറായി വന്നാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ജഗൻ മനസ്സിലോർത്തു. ജയനും ജഗനും തിരികെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. ഒന്നും ചോദിക്കാതെയോ പറയുകയോ ചെയ്യാതെ. തൽക്കാലം ആ അമ്മയും മകളെയും ശല്യപ്പെടുത്തേണ്ടെന്നായിരുന്നു അവരുടെ തീരുമാനം. കുറേയേറെ സമയത്തിന് ശേഷം മാനസിയും ജാൻവിയും പരസ്പരം അടർന്നു മാറിയപ്പോൾ ജാൻവിക്ക് തന്റെ ശരീരം ഒരു തൂവൽ തുണ്ട് പോലെ തോന്നി. എന്തോ ഇത്ര നാളും തന്റെ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഭാരം ഇല്ലാതായതുപോലെ തോന്നി. അവൾ സന്തോഷത്തോടെ മാനസിയെ നോക്കി. ഇനി ഇനി ഒരിക്കലും അമ്മ മോളോട് അങ്ങനെയൊന്നും പെരുമാറില്ല. മാനസി പറഞ്ഞതും ജാൻവി ഒരു ചെറിയ കുട്ടിയെപ്പോലെ നിറഞ്ഞൊഴുകി കണ്ണു തുടച്ചുകൊണ്ട് തലകുലുക്കി. വാ, പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ. മാനസി പറഞ്ഞതും ജാൻവി റൂമിലേക്ക് കയറി. മുഖമൊക്കെ കഴുകി തിരികെ വന്ന ശേഷം അവരിരുവരും സന്തോഷത്തോടെ ലിവിംഗ് റൂമിലേക്ക് വന്നു. ജാൻവിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അതീവ സന്തോഷത്തോടെ ജഗനെ നോക്കുന്നുണ്ട്. അവൾക്ക് ഈ സന്തോഷം അവനോട് പറയാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. ശേഷം അതീവ സന്തോഷത്തോടെയാണ് മാനസിയും ജയനും അവിടെ നിന്ന് പോയത്. ജാൻവിയുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. അവർ പോയതിനു പിന്നാലെ തന്നെ മിതുവും ഗുഡ് നൈറ്റ് പറഞ്ഞ് റൂമിലേക്ക് കയറി. ബിന്ദു അടുക്കള ഒതുക്കുവാനായി അവിടേക്ക് പോയപ്പോൾ ജാൻവി നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. അവളിപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത് തന്റെ സാമീപ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജഗനും അവൾക്ക് പിന്നാലെ അവിടേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു. ജഗനകളെ വന്ന് ചേർത്ത് പിടിച്ചതും അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് ജാൻവി. അവന്റെ നെഞ്ചിൽ പടരുന്ന കണ്ണീരിന്റെ ചൂട് ആ പെണ്ണിന്റെ സന്തോഷം കൊണ്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജഗൻ മെല്ലെ അവളുടെ നെറുകയിലൂടി തലോടി വിട്ടു. അതേസമയം അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു സന്തോഷത്തിൽ. ജാൻവി തനിക്ക് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. തന്റെ പെണ്ണ് അവൾ വെറും ഒരു പാവമാണ്. ഇത്രമാത്രം സഹിച്ചിട്ടും വേദനിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്ന് അവൾ ആ അമ്മയും അച്ഛനെയും കണ്ടപ്പോൾ ഒരു കൊച്ചു കുട്ടിയായി മാറി. അവളുടെ മിഴികളിലെ നീർത്തിളക്കം അത് കാണുന്തോറും ജഗൻ അവളെ ആഴത്തിൽ പുണർന്നു പോയി. ഇനി എന്റെ ജാനക്കുട്ടി ഇതുപോലെ കരയരുത് കേട്ടോ. നമ്മുടെ മാവയ്ക്ക് സങ്കടാവില്ലേ? കാതോരം അവന്റെ ശബ്ദം. പിടച്ചിലോടെ അവൾ മുഖം ഉയർത്തി. ആ കവിളിലെ കണ്ണീർ മുഴുവൻ ജഗൻ തുടച്ചു മാറ്റിക്കൊടുത്തു. ഇപ്പൊ സന്തോഷായില്ലേ? അച്ഛനും അമ്മയും ഒക്കെ എല്ലാം മറന്ന് ചേർത്ത് പിടിച്ചില്ലേ? പിന്നെയും കരയാണോ പെണ്ണെ? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. എന്നാലും എന്റെ അമ്മ വന്നല്ലോ ജഗൻ. ആദ്യമായിട്ടാ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചത്. എനിക്ക് ഉമ്മ തന്നു. എന്റെ വയറിൽ കൈവച്ചു. അമ്മ ഒരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞു. വിങ്ങി പൊട്ടിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞു കൂട്ടുമ്പോഴും അവളുടെ ഹൃദയത്തിന്റെ ആനന്ദം മുഴുവനും അവളുടെ വാക്കുകളിലൂടെ അവൻ മനസ്സിലാക്കുകയായിരുന്നു. എന്റെ ജാനിക്കുട്ടി ഒരു അമ്മയാവാൻ പോകുന്നുവെന്ന് അറിഞ്ഞ നിമിഷം നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായി പെണ്ണേ. അതല്ലേ എല്ലാരും ഓടി വന്നത്. അവൻ പറഞ്ഞപ്പോ ജാനി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അതെ, ഇനി അരുതാത്ത ഒരു ചിന്തയും വേണ്ട. നമ്മുടെ കുഞ്ഞാവിക്ക് അമ്മക്കുട്ടി ആക്റ്റീവായിട്ടിരിക്കുന്ന ഏറ്റവും ഇഷ്ടം. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. കിടക്കാം പെണ്ണെ, നേരെ ഒരുപാടായി. ജഗൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11 കഴിഞ്ഞു. ജാൻവി കിടക്കയിലേക്ക് കയറി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ജഗനും കിടന്നു. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് ആ ഹൃദയതാളം കേട്ടുകിടക്കുമ്പോൾ ജാൻവിയുടെ മനം നിറഞ്ഞിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരമെല്ലാം മാഞ്ഞുപോയി. ഇനി വരുന്ന ഓരോ ദിനങ്ങളും ഏറ്റവും സന്തോഷം നിറഞ്ഞതാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. തുടരും. തീരാറായി വരുന്നു കേട്ടോ. ഇനി അധികം ഇല്ല കേട്ടോ.